ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് മീന ബസാറിലേക്കാണ്. അപ്പം എപ്പോഴും നമ്മൾ പോകാറുണ്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടി. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം ഇന്ന് വൈകുന്നേരം ഒരു ജസ്റ്റ് ഒരു ഈവനിങ് വാക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം മീന ബസാറിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ അകത്തേക്ക് ഈ എൻട്രൻസ് വഴി പോകുന്നത്. അല്ലെങ്കിൽ വേറെ വഴിയെ കൂടിയാണ് ഞാൻ അധികം ഉള്ളിലേക്ക് പോവാറ്. പിന്നെ ഈ എൻട്രൻസിൻ്റെ പുറത്ത് തന്നെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. റോഡ് സൈഡിൽ ഒരുപാട് ഡ്രസ്സിൻ്റെയും ഒക്കെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഈ ബെഡ്ഷീറ്റിൻ്റെയും പുതപ്പ്, അങ്ങനത്തെ ബ്ലാങ്കറ്റ്, അങ്ങനത്തതിൻ്റെയൊക്കെ ഒരുപാട് ഷോപ്പുണ്ട്. പിന്നെ ഞാൻ സംസാരിച്ചുകൊണ്ട് തന്നെ വീഡിയോ എടുക്കണമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ എനിക്കൊന്നത് നടന്നില്ല. എന്താ വെച്ചാൽ ഇവർ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് സൈഡിൽ നിന്നും ആൾക്കാരിങ്ങനെ സാധനങ്ങൾ വേണമെന്ന് ചോദിച്ച് നമ്മളോട് ചോദിക്കും. അതായത് ഇന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ വിളിക്കും. അപ്പം എൻ്റെ കോൺസെൻട്രേഷൻ അവരിലേക്ക് പോയി. അങ്ങനെ എനിക്ക് സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നിങ്ങൾക്കിതിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഒരുപാട് ഷോപ്പ്സ്. ഇത് രണ്ട് സൈഡിലും നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് സൈഡിലും ഒരുപാട് ഷോപ്പുണ്ട്. ഇത് ഹേർബ്സിൻ്റെ, ഡ്രസ്സിൻ്റെ, അതുപോലെ പെർഫ്യൂം, അങ്ങനെ ഒരുപാട് ഷോപ്പുണ്ട്. ഇതിൻ്റെ മെയിനായിട്ട് റെഡിമെയ്ഡ് ലെഹങ്ക, ഈ വെഡ്ഡിങ്ങിൻ്റെ ലെഹങ്ക, അതുപോലെ സാരീസ് നമുക്ക് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് ഷോപ്സ് ഉണ്ട്. അതിൻ്റേതായിട്ടുള്ള തന്നെ ഷോപ്പായിരിക്കും അത്. നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല മെറ്റീരിയൽ വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ ഷോപ്സും ഉണ്ട്. പിന്നെ എനിക്ക് മെയിനായിട്ട് തോന്നിയത് ഇവിടുത്തെ ഡ്രസ്സാണ്. ഈ ഡെയിലി വെയർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ഡ്രസ്സുണ്ട്. പലാസോ, ടീഷർട്ട്, അതുപോലെ കഫ്താൻ, അങ്ങനെ ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ഒരുപാട് ഡ്രസ്സും. ടൂറിസ്റ്റ് ആൾക്കാരാണ് കൂടുതൽ ഇവിടെ വരുന്നത്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗോൾഡ് സൂക്കിൻ്റെ. അത് ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഗോൾഡ് സൂക്കിൻ്റെ ആ സെക്ഷനല്ല, വേറൊരു സെക്ഷനിൽ ഇതുപോലെ ഹേർബ്സും അതുപോലത്തെ ഡ്രസ്സും അങ്ങനെയുള്ള ഒരു സെക്ഷനിലോട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലെ തന്നെയാണ്. ഏകദേശം മീന ബസാർ പോലത്തെ ഒരു സ്ഥലം തന്നെയാണ് ഗോൾഡ് സൂക്കിൻ്റെ ആ ഒരു ഇതും. ഞാൻ കേട്ടിട്ടുണ്ട് ദുബായിൽ ഏറ്റവും കൂടുതൽ ഏഷ്യക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ബർദുബായ്. അതിലൊരു സ്ഥലമാണ് മീന ബസാർ. ദുബായിലെ ആദ്യത്തെ ഹിന്ദു ടെമ്പിൾ എവിടെയായിരുന്നു? ഇവിടെ കൂടുതലും ഇന്ത്യൻസും പാകിസ്ഥാനീസുമാണ്. അതുപോലെ തന്നെ പണ്ടത്തെ രാജാവായിരുന്ന ഷെയ്ഖ് സായിദ് പഞ്ചാബികൾക്ക് ഈ ഒരു സ്ഥലം എഴുതി കൊടുത്തു. അവിടെ അമ്പലം പണിയാനുള്ള പെർമിഷനും കൊടുത്ത് അങ്ങനെ അമ്പലം വന്നതിന് ശേഷമാണ് ഇതിൻ്റെ അകത്ത് ഹിന്ദു റിലീജിയനിൽ ബന്ധപ്പെട്ട ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ വന്നത്. ആക്ച്വലി ഇത് അബ്രേൻ്റെ സൈഡിലാണ് ഈ മീന ബസാർ ഉള്ളത്. അതുപോലെ അബുദാബിയിൽ പുതിയ അമ്പലം വന്നതിന് ശേഷം ഇവിടുത്തെ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ പൂജാമുറീൻ്റെ സാധനങ്ങളാണ്. അതിൻ്റേതായിട്ടുള്ള ഷോപ്പാണിത്. അങ്ങനത്തെ കുറച്ച് ഷോപ്സ് ഉണ്ട് ഇവിടെ എല്ലാവരും ഇങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതൽ. നമ്മൾ നാട്ടിലെ പോലത്തെ അങ്ങനത്തെ വലിയ പൂജാമുറി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സ് ടൈപ്പ് ഒരു പൂജാമുറിയാണ് എല്ലാവരും. നോർത്ത് ഇന്ത്യൻസാണ് കൂടുതൽ അത് യൂസ് ചെയ്യാറ്. ഞാൻ വീട്ടിലേക്ക് വേണ്ട ഭസ്മവും അതുപോലെ വിളക്കിൻ്റെ തിരിയും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെയാണ് വാങ്ങാറ്. ഈ കാണുന്നതാണ് കൃഷ്ണൻ്റെ അമ്പലം. നെക്സ്റ്റ് ബിൽഡിങ്ങിലായിരുന്നു അയ്യപ്പൻ്റെ അമ്പലം ഉണ്ടായിരുന്നത്. അതിപ്പോൾ ക്ലോസ് ചെയ്തു. 2 അമ്പലം ഉണ്ടായിരുന്നു, ഒരു അയ്യപ്പൻ്റെ അമ്പലവും ഒരു കൃഷ്ണൻ്റെ അമ്പലവും. പക്ഷേ ഇപ്പം കൃഷ്ണൻ്റെ അമ്പലം മാത്രമേ ഉള്ളൂ. അയ്യപ്പൻ്റെ അമ്പലം ക്ലോസ് ചെയ്തു. ഞാൻ ഡിസംബറിൽ വന്ന സമയത്ത് ഞാൻ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അത് ക്ലോസ് ചെയ്തത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം കൃഷ്ണൻ്റെ അമ്പലവും ക്ലോസ് ചെയ്യുന്നതാണ് അന്നേരം പറഞ്ഞത്. പക്ഷേ ആക്ച്വലി കൃഷ്ണൻ്റെ അമ്പലം ക്ലോസ് ചെയ്തില്ല. അപ്പം എൻ്റെ വിചാരം കൃഷ്ണൻ്റെ അമ്പലം ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പം ഇപ്പോൾ വന്നപ്പോഴാണ് ഞാനത് ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞത്. ഇവർ പ്രസാദമൊക്കെ കൊടുക്കുന്ന കണ്ടപ്പോഴാണ് ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞത്. അപ്പം ഞാൻ അപ്പം കയറിയില്ല. ഞാൻ പിന്നെ എൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞാൻ അന്ന് വരാമെന്ന് വിചാരിച്ച് പിന്നെ കയറിയില്ല. അപ്പം അവിടെ എല്ലാവർക്കും പ്രസാദമൊക്കെ കൊടുക്കും. ഈ അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ ഷോപ്പുണ്ട്. മുല്ലപ്പൂ, തുളസിമാലയൊക്കെ വിൽക്കുന്ന കുറേ ഫ്ലവേഴ്സിൻ്റെ ഷോപ്പുണ്ട്. പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ.
അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ.